കോഴിക്കോട് നാദാപുരത്ത് പാലം ഉദ്ഘാടനത്തിനിടെ കൂട്ടയടി. വാണിമേലിൽ നടന്ന പാക്കോയി പാലം ഉദ്ഘാടനത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. നരിപ്പറ്റ ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെയാണ് ഉദ്ഘാടന സമയത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ചേരുന്നു. ബെൻസന് പാലം ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ എന്തിനാണ് തല്ല് നടന്നത്? എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം? അതായത് ഇത്രമാത്രം രണ്ട് പേര് ചേർന്ന് രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് നാട്ടുകാർ തല്ല് നടത്താൻ മാത്രം എന്താ? ഒരു പാലം ഉണ്ടായാൽ സന്തോഷത്തിന് പകരം ഈ രോഷപ്രകടനം ഉണ്ടാകാനുള്ള കാരണം എന്താ? സനീഷ്, ഈ പാലം എന്ന് പറയുന്നത് 2018 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നുപോയ ഒരു പാലമായിരുന്നു. കോഴിക്കോട് നാദാപുരത്താണ് ഈ പാലം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വാണിമേൽ, നരിപ്പറ്റ എന്നീ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാക്കോയി പാലം എന്ന് പറയുന്ന പാലം. അത് 2018 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. അതിനുശേഷം അത് 4.3 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഈ കഴിഞ്ഞ 5-ാം തീയതി നടന്നത്. അന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം നാട്ടുകാർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഉണ്ടായത്. അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് നരിപ്പറ്റ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെ അതിന്റെ നിർമ്മാണം പൂർത്തിയാകാതെയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ നരിപ്പറ്റ ഭാഗത്തുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഉദ്ഘാടന ദിവസവും സമാന രീതിയിൽ തന്നെ അവരവിടെ പ്രതിഷേധം നടത്തുകയായിരുന്നു. അതായത് ഈ വാണിമേൽ ഭാഗത്തുള്ള അപ്രോച്ച് റോഡുകളുടെ ഉൾപ്പെടെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി, പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. പക്ഷേ നരിപ്പറ്റ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് ഈ വാണിമേൽ ഭാഗത്തായിരുന്നു നടക്കുന്നത്. ഈ നരിപ്പറ്റ ഭാഗത്ത് അവിടെ ആ ഭാഗത്തുള്ള ആളുകൾ പ്രതിഷേധവുമായി ഒരു പ്രതിഷേധ കൂട്ടായ്മ പോലെ അവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ഈ വാണിമേൽ ഭാഗത്ത് നിന്നും ഈ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ പടക്കം പൊട്ടിക്കുന്നതിനായി, അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അതൊരു പുഴയുടെ സൈഡിലാണ് പടക്കം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇവർ പോയതാണ് ഇത്തരത്തിൽ ഇതൊരു പ്രകോപനത്തിന് കാരണമാകുകയും തുടർന്ന് അതൊരു വാക്കേറ്റവും പിന്നീട് ഒരു വലിയ കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന ഒരു പാലം അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് പുനർനിർമ്മിക്കുന്നു. 4.3 കോടി രൂപയിൽ അത് പുനർനിർമ്മിക്കുന്നു. പക്ഷേ നാട്ടുകാർ തമ്മിൽ ഇത്തരത്തിൽ ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായില്ല എന്നതിന്റെ പേരിലായിരുന്നു അവർ തമ്മിൽ ഒരു സംഘർഷം നിലനിന്നത്. ഇതിൽ ഇരുവിഭാഗത്തുമുള്ള ആളുകൾക്കും കാര്യമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇരുവിഭാഗവും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയെങ്കിലും നിലവിൽ ഇതുവരെയും ആരുടെയും പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുൾപ്പെടെ മനസ്സിലാകുന്നത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല, പക്ഷേ കുറെ ആളുകൾക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷം ഉണ്ടാവേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമായും പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. സനീഷ്, ശരി, എന്തായാലും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം.